നൈസ്. ആൾക്കാരില്ലെങ്കിലും ലൈറ്റ് ഒക്കെ ഇട്ട് അവര് സെറ്റ് ആക്കിയിട്ടുണ്ടല്ലേ. ആ സൈഡ് ഉണ്ടോ? ഹലോ, ഹായ്. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഇവിടെ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 24th തലേന്നായിട്ടുള്ളൂ. ക്രിസ്മസിന്റെ തലേരാത്രി. തലേ ദിവസം. നമ്മുടെ നാട്ടിലൊക്കെ അന്നാണല്ലോ ശരിക്കും സെലിബ്രേഷൻസ്, കരോള്, ഒച്ചപ്പാട്, ലഹള. പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശോകമാണ്. നമ്മള് അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഞങ്ങള് ജസ്റ്റ് ഒന്ന്, പക്ഷെ ഞങ്ങള് ഡിസപ്പോയിന്റഡ് അല്ല. ഞങ്ങള് ജസ്റ്റ് ഒന്ന് രാത്രിയൊക്കെ നടന്ന് കാണാം, എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടോ, എന്തെങ്കിലും ഒരു എന്താ പറയാ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് തപ്പാന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. വേറെ അജണ്ട ഒന്നും ഇല്ല വീഡിയോക്ക്, ജസ്റ്റ് ഒന്ന് നടന്ന് കാണുക അല്ലെ. വലിയ എവിടെയാന്ന് പറഞ്ഞോട്. എന്റെ യൂണിവേഴ്സിറ്റിയിലെ ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാം ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയൊക്കെ -2 ആണ് ഇപ്പൊ വണ്ടിയുടെ ഒക്കെ അവസ്ഥ. പക്ഷെ ഇപ്പോഴും മറ്റേ യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു മൈൽഡ് വിന്റർ ആണ് ഇവിടെ ഉള്ളൂ കേട്ടോ. -2 നടന്നാലോ. കോളേജിൽ പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല, കാരണം ഇപ്പൊ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. പിന്നെ സ്റ്റുഡൻസ് ഒന്നും ഇല്ല. പിന്നെ സ്റ്റുഡൻസിനോട് അടുത്തുള്ളവർക്ക് ഒന്ന് പഠിക്കാനും തോന്നുന്നു. ഇതൊക്കെ ഓപ്പൺ ആയി കിടക്കുക. അസസ് കാർഡുള്ള എല്ലാവർക്കും കയറാം. ഇപ്പോഴും കയറാല്ലേ. 12 മണി വരെ കയറാം. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ കണക്കല്ല ഇവിടെ ഇത്രയും വലിയ സെലിബ്രേഷൻ ആണെങ്കിൽ പുറത്തൊന്നും ഒച്ചപ്പാട കളിയൊന്നുമില്ല. പക്ഷെ സ്വീഡന്റെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു രീതിയിലായിരിക്കണം എന്നില്ല. ഈ ഏരിയയിൽ ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഇവര് ചിലപ്പോ ഇവരുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. അപ്പൊ അവര് കുക്കൊക്കെ ചെയ്ത് അല്ലെ. ഞങ്ങൾ എന്തായാലും വെറുതെ ഒന്ന് നടക്കാന്ന് ഓർത്തു. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ലൊക്കേഷനിലെ കൂടുതലും പുറത്തുനിന്നുള്ള ആളുകളൊക്കെ അല്ലേ വന്ന് താമസിക്കുന്നത്. അപ്പൊ ഒരു സെലിബ്രേഷൻ ഉണ്ടാകുന്നില്ല എനിക്ക് തോന്നുന്നു. അല്ലാതെ ചുരുശ ആളുകളൊക്കെ താമസിക്കുന്ന ഏരിയയിലോ ഒരു ചർച്ചൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ആയിരിക്കും ഇതിന്റെ സെലിബ്രേഷൻ കൂടുതലായിട്ട് കാണുന്നത്. ഏതായാലും യൂണിവേഴ്സിറ്റിയുടെ ഏരിയയില് വലുതായ ഒരു ആഘോഷത്തിന്റെ ഒരു മൂഡും കാണുന്നില്ല. ശരി, ഇവിടുത്തെ ചർച്ച എവിടെയാ? നമുക്ക് മറ്റേ സെൻട്രത്തിന്റെ അവിടെ ഉണ്ടല്ലോ ഒരു ചർച്ച. പ്ലം കേക്ക് മിസ് ചെയ്യുന്നുണ്ടോ? കേക്ക് എന്ന് പറയുന്ന സാധനമേ ഇല്ല അല്ലെ. ഒരു ഐറ്റവും കാണുന്നില്ല. എനിക്കറിയില്ല ഇവിടുത്തെ പ്രോബ്ലം ആണോ എന്ന്. കേക്ക് എനിക്ക് തോന്നുന്നു ആളുകൾ വീട്ടില് ബേക്ക് ചെയ്യാൻ തോന്നുന്നു. കാരണം എന്തായാലും നമ്മുടെ നാട്ടിലെ കണക്ക് ഒന്നും ഇല്ല. എനിക്ക് ഭയങ്കരമുള്ള ബിൽഡിംഗ് കാണാൻ നല്ല ഭംഗിയാണ്. എന്തിന്റെ ബിൽഡിംഗ് ആണോ? ഇതല്ല, ഇത് മനസ്സിലായി. അതല്ല, ഇതെന്തോ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് എന്റെ ഒരു ഗമനം. ഇതിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നത്. ഇതല്ല എൻട്രൻസ് തോന്നുന്നു അല്ലെ. ബാക്ക് സൈഡ് ആണെന്ന് തോന്നുന്നു. ഇതായിരിക്കില്ല എൻട്രൻസ്. ഇതായിരിക്കില്ല, റോഡിനോട് ചേർന്നവർ ഒരിക്കലും എൻട്രൻസ് വെക്കൂല. അപ്പൊ നമുക്കിപ്പോ ഇന്നൊരു ടാസ്ക് ഉള്ളത് മാക്സിലും കൂടെ ഒന്ന് കയറും. മീൻ വാങ്ങാൻ കുറച്ച് മീൻ മേടിക്കണം. വല്ലാത്ത പൂതി മീൻ കഴിക്കാൻ. തണുത്തിട്ട് ഏതാ ഞാൻ ഈ കുറച്ചിരിക്കുന്നത്. കാരണം ചെവിയെല്ലാം നല്ല വേദന എടുക്കുക. തല കവർ ചെയ്തിരുന്നിട്ട്. ഇതിലെ തിരിഞ്ഞാലോ? സിഗ്നൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. എന്ത് മീനാ മേടിക്കാൻ പോണെ? എന്ത് മീനെന്ന് പറഞ്ഞില്ല. ഇവിടെ ചിക്കനെക്കാട്ടിലും വിലയാണ് മീനിന്. അത്ര വിലയൊന്നുമില്ല. ചിക്കൻ 51 ഉള്ളു 2 കിലോയ്ക്ക്. ഇവിടെ 1 കിലോ മീനിന് 54 സെക്ക. അപ്പൊ പിന്നെ 54 ഏറ്റവും കുറഞ്ഞ മീനിന്റെ വില കേട്ടോ. അപ്പൊ ഞാൻ ഇന്നേതായാലും വിഷ്ണുവിനെ മുടിപ്പിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. അതിനാകെ ബഡ്ജറ്റ് ഞാൻ ഇട്ടേക്കുന്നത് 30-നൊന്നും മീൻ കിട്ടാത്തില്ല. പിന്നെ എന്താന്ന് വെച്ചാ മേടിച്ചോ. ഓക്കെ, ഞാൻ ഏറ്റവും കൂടിയ മീനാണ് ഇന്ന് എടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്. തണുത്തിട്ട് വയ്യ. ഇവിടെ ലൈറ്റ് കുറവാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കാശില്ലാത്തതുകൊണ്ടല്ല, ഇവര് ലൈറ്റ് സേവ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. എനർജി ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കാം. അതെ. സ്വീഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രീൻ എനർജി പുഷ് ചെയ്യുന്ന രാജ്യങ്ങളിൽ വളരെ മുകളിൽ നിൽക്കുന്ന രാജ്യമാണ്. അപ്പൊ അവരിങ്ങനെ ഈ കണക്കിന് ലൈറ്റ് ഒക്കെ വളരെ കുറച്ചിടുള്ളൂ. എനിക്ക് ആദ്യം വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡിമ്മായിട്ടാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ സ്ഥലത്ത് ഭയങ്കര വെളിച്ചമായിരിക്കും. ഈവൻ നമ്മുടെ റൂമിൽ പോലും ഒരു യെല്ലോ ലൈറ്റ്, ഡിം ലൈറ്റ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് എടുത്തിട്ട് പോവാ. സവാളകൾ വാങ്ങിട്ട് പോവാല്ലേ. സവാളകൾ വാങ്ങിട്ട് പോവാന്ന്. എല്ലാം കുറഞ്ഞോട്ടെ. മീനൊക്കെ തീർന്നോ? മീനൊക്കെ കുറഞ്ഞല്ലോ. ഇത് വേണ്ടെന്ന് ചൊവയായിരുന്നത്. ഇതിന് എത്രയാ? അത് 1000 രൂപ. നമ്മളെ മത്തിയുണ്ട്, പക്ഷെ വാങ്ങിക്കണം. അത് മത്തി മെനക്കേടാണ് ഇതിന് വെട്ടാനും പരിപാടി. എനിക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോ. എവിടെ എഴുതിയേക്കുന്നത്? അതിന്റെ പേര് എഴുതിയിട്ടില്ല, ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഇപ്പൊ വലിയൊരു ഫിഷ് എടുത്തു, 80 സെക്ക്, 800 രൂപ. അത്രേ ഉള്ളൂ. എന്താ വലിയ കയ്യില് അകത്തോട്ട് പോയപ്പോ ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ ലേസിന് സാമ്യമുള്ള എന്തൊരു സാധനം. നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. മീനും മേടിച്ചു, ലേസും മേടിച്ചു, എണ്ണയും മേടിച്ചു, പിന്നെ കുറച്ച് ഉള്ളി അല്ലേ. ഇത്രയും മേടിച്ചപ്പോഴേക്കും 1500 ആയി. അതില് മെയിൻ ആയിട്ട് മറ്റേ സാധനമാണ്. 800 രൂപയുടെ മീനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ നല്ല ചീപ്പ് റേറ്റിന് ഐറ്റംസ് കിട്ടുമല്ലോ. അതായത് ഞാൻ തമാശ പറഞ്ഞല്ല, ഇതൊരു ഏണിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോ ചീപ്പാണ് ഐറ്റംസ്. കൊച്ചു പിള്ളേരെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഞാനത് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ ആരും കൊണ്ടുപോകുന്നില്ല.
യെസ്, റെഡ് സിഗ്നൽ മാറി ഗ്രീൻ സിഗ്നലായി. ആ കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, സോറി ബസ് സ്റ്റേഷൻ. അതിന്റെ അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ എവിടെയാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കേസ് എന്ന് ചോദിച്ചത്. ഓ ഇതാണോ ഓ ഡ്രൈവിംഗ് സ്കൂളാ ഇത്? ഇത്രയും വണ്ടി ഉണ്ട്. ഓ ശരി. എച്ച് ഫാബിന്റെ ഓഫീസാണ്. സ്വീഡനിലോട്ട് വരാനായിട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ വന്നിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കത്തല്ലേ. ആ വലിയ ഇതേ സെൻട്രത്തോട് അടുത്തപ്പോ എന്തൊക്കെയോ വെട്ടം വിളിച്ചത് കാണാട്ടോ. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് പോട്ടോ, മറ്റേ നിസാൻ റിവറിന്റെ സൈഡിൽ കൂടെ പോവല്ലേ. സെന്റർ എത്താറായി. നിസാൻ റിവറിന്റെ നല്ല വിളിച്ചോളണം. നിസാൻ റിവറിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിസാൻ റിവർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിവറാണ്. ഈ കാണുന്നതാണ് നിസാൻ റിവർ. എന്തോരം ആൾക്കാരെ നോക്കണേ. പക്ഷെ ഒരു ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങ് ദൂരെ പള്ളി കാണാട്ടോ. പള്ളിയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. ഇവിടുന്ന് കാണാം. സ്പേസ് ഇല്ലേ, ഓപ്പൺ സ്പേസ്, അവിടെ എന്തെങ്കിലും കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞ ആൾക്കാർ പോയിക്കണം. ഇതൊക്കെ പണ്ടേ തൊട്ടുള്ള സാധനങ്ങളാട്ടോ. ഒരു പോസിറ്റീവ് എനർജി അല്ലേ ഇത് കാണുമ്പോ. നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു ഡീസന്റ് ഡെക്കറേഷൻസ് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ആവണേന്ന് തോന്നുന്നു കേട്ടോ. ഈ ലവ് ചിഹ്നം ഇവരുടെ സിമ്പിൾ ആണെന്നുള്ളത് അറിയാവുന്നു. ആംസ്റ്റർഡാമിന്റെ അത് അവരുടെ ഫ്ലാഗ് പോലത്തെ ഒരു സംഭവമാണ്. LED പൂക്കളം പോലെ കിടക്കുന്നത്. പൂക്കളം ഗൈസ് നോക്ക് ഗൈസ്, ഇന്ത്യൻ ട്രഡീഷൻ. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തീരെ സെന്റർ ആണ്, മൊത്ത സെന്റർ ആണ്. സെന്റർ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ലല്ലേ. ചോദിക്കേണ്ടി വരും. ഇവിടെ ഒന്നും അങ്ങനെ കണ്ട് നിഗമനങ്ങളിലേക്കൊന്നും എത്താൻ പറ്റില്ല. ഓ നൈസ്. ഓപ്പൺ സ്പേസ്. ആൾക്കാരില്ലെങ്കിലും ലൈറ്റ് ഒക്കെ ഇട്ട് അവര് സെറ്റ് ആക്കിയിട്ടുണ്ടല്ലേ. ആ സൈഡ് ഉണ്ടോ ലൈറ്റ് ഇട്ട്? ആ സൈഡ് നല്ല രസമുണ്ടല്ലോ. നടന്നു നോക്കിയാൽ അങ്ങോട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാ ഷോപ്പും അടച്ചുവിട്ടാ, ഒരു ഷോപ്പും അതുമില്ല. എന്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. തന്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു, കാര്യം കാണിക്കാൻ പറ്റിയില്ല. ഇതല്ലേ അങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. കണ്ടു. പള്ളിയിൽ എന്തോ ഉണ്ടെന്നാ തോന്നുന്നത്. പള്ളിയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവായിരിക്കും. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കറങ്ങി പോവല്ലേ. കുഴപ്പമില്ല, ഇത്രയും ലേറ്റ് ആയിട്ടല്ലേ വന്നേ. വൈൻ കിട്ടുമായിരിക്കും. എന്റെ പിന്നെ ഒരു മനുഷ്യനില്ല കേട്ടോ. ഇവിടെ എന്തോ പ്രോഗ്രാം എന്തോ ഉണ്ട്. പ്രോഗ്രാം അല്ല, ജസ്റ്റ് കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും. പള്ളിയുടെ ഉള്ളിലെ കുർബാന എന്തോ നടക്കണ്ടല്ലേ. നടക്കുന്നുണ്ടല്ലേ ഇവിടെ നിന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുമോ? പള്ളിക്കുള്ളിൽ അതിന്റെ ഉള്ളിൽ പോയി തലക്ക് നോക്കി ശോകാണ്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാലോ? ഇവിടുന്ന് വിഷമം നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചാലോ? വേണോ? ഇപ്പൊ തന്നെ ഒരു ജസ്റ്റ് ഒന്ന് നോക്കിട്ട് വിഷയം എന്തെങ്കിലും ഉണ്ടോന്ന്. എന്ത് ഐറ്റം കൊണ്ടുവരാലോ. ഇത് കാണാൻ വേണ്ടിട്ട് ജനല് ചിത്രപ്പണികള് അകത്തെ ലൈറ്റ് ഇട വന്നിട്ട് ഹൊറർ മൂവീസില് ഇതിനകത്ത് പ്രേതമുണ്ട്. ഇതിനൊക്കെ വാതിലൊന്നും ഇല്ലേ ഈ പള്ളിക്ക്? അപ്പുറ സൈഡിലാ. ഞാൻ അതിക്രമിച്ച് കയറാൻ നോക്കിയില്ലേ, ആ സൈഡിലാ. ഇത്രേ ഉള്ളൂ, തിരിച്ചു പോലെ. ഇതിലല്ലേ കുഴപ്പമുണ്ടേ? ഇതില് നടന്നു പോയാൽ മതി നേരെ. വല്ലേ ഈ മെഷീൻ എന്താണെന്നറിയോ? ഇതാണ് ഞാൻ പറഞ്ഞ മെഷീൻ. സൈക്കിൾ എത്രണ്ണം പോയി, ഇതാണോ അത്? സൈക്കിൾ എത്രണ്ണം പോയി കൗണ്ട് ചെയ്യുന്ന മെഷീനാണ്. കണ്ടോ, ഇന്ന് 269 സൈക്കിൾ ഇതിൽ കൂടെ പാസ് ചെയ്തു പോയി. സെയിം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത് കൗണ്ട് ചെയ്യുവോ? യൂഷ്വലി ഉണ്ടല്ലോ വല്ലി, യൂഷ്വലി ഇതിനകത്ത് 8000 ഒക്കെയാണ് കാണാറ് ഞാൻ പാസ് ചെയ്ത് വരുമ്പോ. ഇന്ന് ഭയങ്കര കുറവാ. കാരണം ദാറ്റ് മീൻസ് ആൾക്കാർ പോയിട്ടേ ഇല്ല ഇന്ന്. അപ്പൊ ഞങ്ങള് ഈ ഏരിയ ഒക്കെ ഒന്ന് നടന്ന് കണ്ടു. ഭയങ്കര വലിയ സെലിബ്രേഷൻസ് ഒന്നും ഇല്ല ഇവിടെ. എല്ലാവരും അവരുടെ വീട്ടിലൊക്കെ പോയേക്കാ തോന്നുന്നല്ലേ. ആളില്ല. അത് കണക്ക് തന്നെ ഒട്ടും ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആട്ടോ. ഈ വണ്ടി കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് സ്വീഡനിലെ ഹാംസ്റ്റഡ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ക്രിസ്മസ് രാത്രി അല്ലേ. അപ്പൊ വേറെ ഒന്നുമില്ല. ക്രിസ്മസ് ഡേയിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ അല്ലേ. അപ്പൊ അത് അറിഞ്ഞൂടാ. അപ്പൊ ഞങ്ങള് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നടന്ന് കാണാം. എങ്ങനെയാണെന്ന് ആളുകൾക്ക് ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. നാട്ടിലുള്ള ആളുകൾക്ക് കൗതുകം ഈ ഒരു യൂറോപ്യൻ കൺട്രിയിൽ എങ്ങനെയാണെന്നുള്ളത്. വളരെ ചെറിയ സിറ്റിയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിലെ കാരണം ഇത് വളരെ ചെറിയൊരു സിറ്റിയാണ്. നമുക്ക് ഇത് വെച്ചിട്ട് മേജർ യൂറോപ്യൻ ഡെസ്റ്റിനേഷൻസ് ഒന്നും വിലയിരുത്താൻ പറ്റൂല. ഇവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് പോലും ഇല്ല. സാധാരണ യൂഷ്വലി ക്രിസ്മസ് മാർക്കറ്റുകൾ ഉണ്ടാവും യൂറോപ്യൻ സിറ്റീസ്. പല സ്ഥലങ്ങളിലും ഉണ്ട്, ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.